ഉപദ്രവം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ എനിക്ക് സമാധാനമില്ല. ഒരു തരത്തിൽ സമാധാനമില്ല. ഞാൻ വീട്ടിലെ പണി ചെയ്യണം. ഇവൾ രാവിലെ എഴുന്നേക്കത്തില്ല. ഇങ്ങനെ പാറ കിടക്കുന്ന പോലെ ഈ പുള്ളിക്കാരി എവിടെ കിടക്കും. വീട്ടിലെ പണി ചെയ്യണം, ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇന്ന് വരെ 7 വയസ്സ് വരെ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന തനൂജ എന്ന് പറയുന്ന വ്യക്തി ഒരു വക ചെയ്തിട്ടില്ല. നിങ്ങൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിനു കോട്ടയം. ആൾ ഇപ്പം ചാനലിൽ ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നു. ഞങ്ങളുടെ മകളാണ്. മോളുടെ പേര് അനുഗ്രഹ ജിനു, ദേവൂട്ടി എന്നാണ് പേര്. പുള്ളി എന്നെ എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ 5 വർഷമായി. ഈ 5 വർഷം ആയിട്ടും മറ്റൊരാളുടെ വൈഫുമായിട്ടാണ് ആൾ ജീവിക്കുന്നത്. ആ ലേഡിക്കും 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്. ആളെ ഒഴിവാക്കിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്ന് ജീവിക്കുന്നത്. 5 വർഷമായി. പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരു ദ്രോഹത്തിനോ ഉപദ്രവിക്കാനൊന്നും പോയില്ല. ഞങ്ങൾ നിയമപ്രകാരം കല്യാണം കഴിച്ചാണ്, രജിസ്റ്റർ മാരേജ് ചെയ്താണ്. അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജിനു തനൂജ, ഇവർക്കൊരു മകളും ഉണ്ട്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലെ ഒരു ആർട്ടിസ്റ്റാണ് ഈ ജിനു എന്ന് പറയുന്നത്. അവരാണെങ്കിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരുമാണ്. ഇവരുടെ ഒരു ഫാമിലി ഇഷ്യൂസുകളെല്ലാം യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ വൈറലായ ഒരു സംഭവം തന്നെയായിരുന്നു. അന്ന് കുറെ ഇത് കേൾക്കുന്നത് എൻ്റെ വീട്ടുകാരറിയാത്ത കാര്യമാണ്, എൻ്റെ കൂട്ടുകാരറിയാൻ പാടില്ലാത്ത കാര്യമാണ്, എൻ്റെ നാട്ടുകാരറിയാത്ത കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ വേണ്ടി പോണത്. ഈ തനൂജ എന്ന് പറയുന്ന വ്യക്തിയെ, ഈ സ്ത്രീയെ ഞാൻ 2012 ഏഷ്യാനെറ്റിൽ കോമഡി എക്സ്പ്രസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ പൊതുവെയുള്ള ശീലം എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാവരുമായിട്ട് കമ്പനി അടിക്കുന്നൊരു വ്യക്തിയാണ്. അന്ന് ഇവർക്ക് ഒരുപാട് ഇതിനേക്കാട്ടിലും വണ്ണം ഉണ്ടായിരുന്നൊരു സ്ത്രീയാണ്. ഞാൻ ഇവരെ ഭയങ്കരമായിട്ട് കമ്പനി അടിച്ച് നമ്മൾ നല്ലൊരു കൂട്ടുകാരെ പോലെ കൊണ്ടുവരുന്നൊരു സ്ത്രീയാണ്. അതിനുശേഷം ഇവർ ഞാൻ പോലും അറിയാതെ എൻ്റെ മൊബൈലിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്ത് രാത്രിക്ക് രാമായണം വിളിയെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ സമാധാനമില്ലാത്ത വിളിയാണ്. ഇവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് ഇന്നാണ് ഞാൻ ഇച്ചിരി വണ്ണവും വെച്ച് ഈ മീശയും വെച്ചിരിക്കുന്നത്. അന്നത്തെ എൻ്റെ കോലം കണ്ട പട്ടി പോലും കഞ്ഞി കുടിക്കുകയില്ല. ഈ പുള്ളിക്കാരിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. അതിനുശേഷം ഇവരുടെ പല കൂട്ടുകാരുമായിട്ട് ഞാൻ കമ്പനി അടിക്കാൻ നേരത്ത് ഇവൾ നൈസായിട്ട് വന്ന് ഇത് തെറ്റിച്ച് വിടും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെന്നെ റൂമിലോട്ട് വിളിക്കുകയും ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഷർട്ട് ഇവരുടെ റൂമിലോട്ട് എടുത്തുകൊണ്ട് പോയിട്ട് അത് തരാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയുമെന്നും പറഞ്ഞ് എന്നോട് അതും ഇതും പറഞ്ഞ് എന്നെ റൂമിൽ കൊണ്ടുപോവുകയും അതിനുശേഷം പല ഹോട്ടലുകളിൽ ഇവൾ എന്നെ വിളിക്കും. എനിക്ക് ഷൂട്ട് കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ വരാൻ പറ്റത്തില്ല. കാരണം ഇനിയെങ്കിലും ഞാനിത് പറയുന്നത് ഞാൻ സത്യസന്ധമായ ഒരു കാര്യം പറയാം. എൻ്റെ മോള് സത്യമായിട്ട് ഞാൻ സത്യം പറയുന്നത്, അല്ലാതെ അവരെ കരിവാരത്തേക്കാനോ ഒന്നിനുമല്ല. കാരണം ഞാൻ ഇനി സത്യം പറയാതിരുന്നു കഴിഞ്ഞാൽ ഈ സത്യങ്ങൾ പറയാതിരുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ ഉണ്ടായത്. ഞാൻ ഇവരുമായിട്ടുണ്ടാകുന്ന ബഹളങ്ങളൊന്നും എൻ്റെ വീട്ടിൽ ഞാൻ പറയുകയില്ല. കാരണം ഞാൻ വിളിച്ചുകൊണ്ട് വന്നൊരു പെണ്ണല്ലേ, എനിക്ക് ഇവരുടെ സംഭവങ്ങൾ എൻ്റെ വീട്ടുകാരോട് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സാധനം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവരെന്നെ പല ഹോട്ടലുകളിൽ വിളിച്ചുകൊണ്ട് പോകും. എനിക്കറിയത്തില്ല ഈ ഹോട്ടലിലൊന്നും 2011 2012 കാലഘട്ടത്തിൽ ഞാൻ ഹോട്ടലിൽ കയറി എനിക്ക് വലിയ ശീലമൊന്നുമില്ല. എറണാകുളത്ത് എത്ര ഹോട്ടലുണ്ടെന്ന് ഇവർക്കറിയാം. അവിടെ എന്ത് കൊടുക്കണം, എങ്ങനെ റൂം എടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവർക്കറിയാം. എനിക്കറിയത്തില്ലായിരുന്നു ഈ ഹോട്ടലും കാര്യങ്ങളുമൊക്കെ. പല ഹോട്ടലുകളിൽ എന്നെ വിളിച്ചുകൊണ്ട് പോകും. എനിക്ക് പൈസ തരും, എനിക്ക് ഫുഡ് മേടിച്ച് തരും. ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാൻ വേണ്ടി പറ്റുമല്ല. ഞാൻ വീട്ടിൽ പോകുന്നിടത്ത് ഞാൻ പോകണ ബസ്സിൽ കയറുക, ഞാനും വരുമോ കോട്ടയത്തിന് വരുമോ പറയും. എനിക്ക് വീട്ടിൽ ചെന്ന് പറയാൻ പറ്റുമോ? അവസാനം ഞാൻ ഇവരുടെ ഫോൺ ഒരു സമാധാനമില്ലാതെ ഞാൻ ഇവരോട് പറഞ്ഞു, എൻ്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ എന്നെ ഒരു കൂട്ടുകാരനായിട്ട് കാണിക്കുന്നത്, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാനോ എനിക്കിതിന് പറ്റത്തില്ല, നിങ്ങളതിത് മനസ്സിലാക്കാൻ വിടുവല്ല. ഞാൻ വീട്ടിൽ വന്നാലും ഇവരെന്നെ വിളിയെന്ന് പറഞ്ഞാൽ ഒരു സമാധാനമില്ലാത്ത വിളിയാണ്. എൻ്റെ വീട്ടിൽ ഞാനൊരു ഫോൺ വരെ തല്ലി പൊട്ടിച്ച് കളഞ്ഞു. ഇപ്പോൾ ഇവളെന്നോട് ചോദിക്കുക, ചേട്ടായി ഞാൻ എപ്പോഴല്ലേ വിളിക്കുക, കല്യാണം കഴിഞ്ഞാൽ വിളിക്കുകയല്ലോ എന്ന്. കുറേ ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു ട്രൂപ്പിൽ അങ്ങ് മലമണ്ട വേറൊരു സ്ഥലത്തൊരു ട്രൂപ്പിൻ്റെ വർക്കിന് ഞാൻ പോയപ്പം ഇവളവിടെ ഒരുങ്ങിക്കെട്ടി വന്നേക്ക്. ഇവൾക്ക് അതിൻ്റെ ഒന്നും വരേണ്ട ഒരു കാര്യമില്ലെന്ന്. വെള്ളറട എന്ന് പറഞ്ഞ സ്ഥലത്ത്. അങ്ങനെ 2-3 ദിവസം ആ വീട്ടിൽ ഞങ്ങളോടൊപ്പം ഇവളുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയും, ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗർഭിണി ആകുന്നതിന് മുമ്പ് ഇവളെന്നോട് പറയാം, ചേട്ടായി എൻ്റെ ആങ്ങളയുടെ കൂട്ടുകാർക്കെല്ലാം പിള്ളേരുണ്ട്, എനിക്ക് മാത്രം പിള്ളേരില്ലെന്ന്. ഞാൻ പറഞ്ഞു, അതെങ്ങനെ എനിക്ക് പിള്ളേരുണ്ടാക്കി തരാൻ പറ്റുമോ? കല്യാണം പോലും കഴിക്കാൻ നിനക്ക് ഞാനെങ്ങനെ പിള്ളേരെ തരുന്നേ? പിന്നെ ഒന്ന് പറഞ്ഞോ, കല്യാണം കഴിച്ചിട്ടാണ് ഇവിടെ എല്ലാവർക്കും കുട്ടികളാകുന്നത്. അതൊക്കെ ഈ ലോകത്ത് നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ സത്യമാണ് പറയുന്നത്, സത്യം സത്യം സത്യം. ഞാൻ പറയുന്നല്ലോ, എപ്പോഴും ഞാൻ പറയാം. എനിക്ക് ഇനിയും പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ വെറും തോൽവിയായിപ്പോൾ. അതുകൊണ്ട് പറയാം.
അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇവള് എന്നെയും കൊണ്ട് ആ പോകാവുന്നതിൻ്റെ പരമാവധി സ്ഥലങ്ങളിൽ പോകും. ഇവർക്ക് പട്ടിക്കുഞ്ഞിനെ വിൽക്കുന്നതിൻ്റെ പൈസയായിട്ട് വരും. പിന്നെ ഒരു ദിവസം ഞാൻ എറണാകുളത്ത് റൂം എടുത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ഇവിടെ ഇരിക്കും, എനിക്കൊരു ചെറിയ ഡബ്ബിംഗ് ഉണ്ട്, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ഒരു കാറ് വന്ന് നിന്നു. ഞാൻ മുകളിലത്തെ നിലയിൽ നോക്കുമ്പോൾ ഒരു കാറ് വന്ന് നിന്നു. ഒരു പുള്ളിക്കാരൻ ഇറങ്ങി ഇവളെയും കൊണ്ട് നേരെ അങ്ങ് പോയി. ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ചു വന്ന് കൈ പൈസയൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു. ഞാൻ അന്നേരം ചോദിച്ചത് ഏത് സ്റ്റുഡിയോയിലാണ് പോയത്. സ്റ്റുഡിയോയുടെ പേര് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല കേട്ടോ. ഇന്ന സ്റ്റുഡിയോയിൽ പോയി, ഇന്ന ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. ശരി, ഓക്കെ. അപ്പം ഞാൻ പൊട്ടനാണല്ലോ. അപ്പോൾ ഞാൻ 2012 വലിയ സംഭവമായിട്ടൊന്നും വന്നിട്ടൊന്നുമില്ല. എനിക്ക് കോമഡി സ്റ്റാർ മാത്രമേ വലിയ ഈ ചാനൽ പരിപാടികളായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ ശരിയായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ ഇത്രയും വർഷമായി ഈ സിനിമ എന്ത് ചെയ്യും? ഇവൾ ഡബ് ചെയ്ത ശബ്ദം എന്ത് ചെയ്യും? ഇവക്കറിയാൻ പാടില്ലാത്ത കളങ്ങളില്ല. നിങ്ങളതാദ്യം മനസ്സിലാക്കുക. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടായി ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഓർത്ത് ശരിയായിരിക്കും, ഞാൻ ചെയ്ത തെറ്റല്ലേ, ഞാൻ കളയത്തില്ല. അതിപ്പോൾ ഇവളുടെ കോലം എന്നതാണെന്ന് പറഞ്ഞാലും ഞാൻ കളയത്തില്ല. കാരണം ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ അത് ഞാൻ തന്നെ ഏറ്റുപിടിക്കണം. അല്ലെങ്കിൽ ഇതൊരു പെണ്ണിൻ്റെ ഭാവി കളയുക എന്ന് പറയുന്നത് മോശമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യത്തോടെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ നേരെ വീട്ടിലേക്ക് പോരും, നിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. സ്നേഹിച്ച് കല്യാണം കഴിച്ച ജിനുവും തനൂജയും അവരുടെ മകൾക്ക് ഒരു 7 വയസ്സൊക്കെ ആയപ്പോഴേക്കും രണ്ടാളും തമ്മിൽ പിരിഞ്ഞു. എന്നാൽ ജിനു ആണെങ്കിൽ മറ്റൊരു വിവാഹം കഴിച്ചിട്ട് ഇപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. എന്നാൽ തനൂജ വേറൊരു വിവാഹത്തിലേക്ക് പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ മകളെ നോക്കിയിട്ട് ഇരിക്കുകയാണ്. ഇതിനിടയിലാണ് കുറെ യൂട്യൂബർമാർ തനൂജയ്ക്കെതിരെ എന്തൊക്കെയോ ആരോപണങ്ങളും ഒക്കെ ആയിട്ട് വന്നത്. ഈ ആരോപണങ്ങളൊന്നും സഹിക്കാനും ക്ഷമിക്കാനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ലൈവായിട്ട് ഈ വന്നിട്ട് ഉറക്കഗുളിയോ എന്തോ ഗുളികയൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് ആ ലൈവായിട്ടിരുന്ന് ഗുളികയൊക്കെ വാരി കഴിക്കുകയാണ് ഈ തനൂജ ഒരിക്കൽ ചെയ്തത്. എന്തായാലും വളരെയധികം എന്തൊക്കെയോ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. മുന്നോട്ട് പോകാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് എൻ്റെ മകളെ ഞാൻ സെക്സ് പരമായിട്ട് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞിട്ട് വളരെ ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത അപ്പുറത്താണ് അവരിപ്പോൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള ലേഡി ഇതിന് സപ്പോർട്ടാണ്. ഇവർ ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം എടുത്തിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജിനു വീണയും കൂടെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ യൂട്യൂബ് കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യും. ഇതുപോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ചിലർ വന്ന് പറയുന്നുണ്ട് ഇവര് നല്ല രീതിയിലല്ല മകളെ വളർത്തുന്നത് എന്ന്, അതായത് നല്ല രീതിയിൽ നോക്കുന്നില്ല, വളർത്തുന്നില്ല എന്നൊക്കെയുള്ള കുറെ ആരോപണങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഈ തനുജ പറയുന്നത്, എനിക്കാണെങ്കിൽ വീട്ടു ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അല്ലെ മറ്റെന്തെങ്കിലും പണിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ഈ മകളെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല. കാരണം എന്തോ ചെറിയ അസുഖം ഉള്ള കുട്ടിയാണ് ഈ കൊച്ച്. അപ്പൊ അതിനെ ഒറ്റയ്ക്കാക്കിയിട്ട് അത് ചിലർ പറയുന്നുണ്ട് മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് പോകാം. അതൊരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല. അപ്പോൾ അതിനുവേണ്ടി കുട്ടിയെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അമ്മയ്ക്ക്, ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു വീട്ടു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാനോ ഈ മകളെ എനിക്ക് വേറെ ആരുടെ അടുത്ത് ഏൽപ്പിക്കാൻ പറ്റില്ല. ചിലർ പറയും വീട്ടിനകത്ത് അടച്ചിട്ട് പോക്കൂടെ. അങ്ങനെ അടച്ചിട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഈ 5 വർഷം വരെ എൻ്റെ മോൾക്ക് 7 വയസ്സ് ഡിസംബർ 24-ാം തീയതി 7 വയസ്സായപ്പം ഡിസംബർ 27-ാം തീയതിയാണ് പുള്ളി ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത് 2021. ആ സമയം മുതൽ ഇവളെ എവിടെ ഏൽപ്പിക്കാതെ ഞാൻ അതുപോലെ എനിക്ക് ഗൾഫിലോട്ട് വീട്ടു ജോലിക്ക് എന്നെ വിളിച്ചായിരുന്നു. എനിക്ക് എൻ്റെ മകളെ ഏൽപ്പിക്കാൻ പറ്റില്ല എവിടെയും. അവളെ കൊണ്ടുപോകാൻ പറ്റുമോ? അതും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവർ രണ്ടാളും തമ്മിൽ പിരിഞ്ഞെങ്കിലും ഈ ചെലവിന് കൊടുക്കൽ സംഭവം ഉണ്ടല്ലോ, ആ ചെലവിന് കൊടുക്കാത്തത് കൊണ്ട് ഒരു ദിവസം ഈ ജിനുവിന്റെ വീട്ടിലേക്ക് കുട്ടിയായിട്ട് അങ്ങ് കയറി ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ ആ ജിനു പറയാണ്, ഇത് എന്റെ കുട്ടിയല്ല, ഇത് എന്റെ കുട്ടിയാണെങ്കിൽ എനിക്ക് DNA ടെസ്റ്റ് ചെയ്ത് കാണിക്കാനെന്ന്. ശരിക്കും ആ ഒരു കുഞ്ഞിനെ കേൾക്കുകയാണ് ആ ജിനു അങ്ങനെ പറഞ്ഞത്. അതൊരിക്കലും പറയാൻ പാടില്ല. എന്ത് കുടുംബ പ്രശ്നമുണ്ട് എങ്കിൽ പോലും ഒരിക്കലും ഒരു കുഞ്ഞിന്റെ മുന്നിൽ വെച്ചിട്ട് ആ ഒരു തന്തയല്ല, ഇതെന്റെ മകളല്ല എന്ന് ആ കുഞ്ഞു കേക്കൊക്കെ പറയുക എന്ന് പറയുമ്പോൾ എന്തോരം വിഷമം ആ കുഞ്ഞു മനസ്സിലുണ്ടാവും. അച്ഛന്ന് പറഞ്ഞിട്ട് ഇത്ര നാൾ കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ഈ അച്ഛന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ജിനു കോട്ടയം മഹാപെണ്ണുപിടിയനാണ്, സ്വന്തം കുഞ്ഞിനെ DNA ടെസ്റ്റ് നടത്താൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എല്ലാവരും കൊട്ടി ആഘോഷിക്കുകയാണ്. ദേവക്കുട്ട സോറി കേട്ടോ, മോനോടല്ല അപ്പായി പറഞ്ഞത്. നിന്റെ അമ്മയെന്ന് പറയുന്ന തനൂജ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പം അപ്പായിക്ക് ദേഷ്യം വന്നപ്പോഴാണ് അവരോടത് പറഞ്ഞത് കേട്ടോ. മോനോടല്ല അപ്പായി പറഞ്ഞത്. അപ്പായി
പോയപ്പോഴും മോനോട് പറഞ്ഞു വിട്ടത് എന്താണെന്നുള്ള മോൻ അറിയാലോ. ഒരു ദിവസം മോൻ മനസ്സിലാകും, ഈ സ്ത്രീ എന്താണെന്ന് മനസ്സിലാകുമ്പോൾ അപ്പായി എടുത്തിട്ട് വന്നാൽ മതി. അപ്പ എന്നും മോന്റെ നോക്കി ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. DNA ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞ ജിനി തന്നെ മറ്റൊരു വീഡിയോസുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മാപ്പ് പറഞ്ഞിട്ട്. എനിക്ക് അപ്പോഴുള്ള ദേഷ്യം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, നിന്റെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോസും ഒക്കെ ആയിട്ട് ജിനു വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, കുടുംബ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും, ഒരു മകളുടെ മുഖത്ത് നോക്കിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ആ കുഞ്ഞെന്ത് പഴിച്ച് ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. ആ ഒരു വേർഡ് DNA ടെസ്റ്റ്, എന്റെ മകളാണെന്ന് തെളിയിക്കാൻ എനിക്ക് ആ DNA ടെസ്റ്റ് വേണമെന്ന് പറയുക എന്നൊക്കെ പറയുമ്പം അതൊരു ഷെഫീന ബീബി എന്ന് പറഞ്ഞ യൂട്യൂബറുടെ വീട്ടിലോട്ട് അവിടെ പോയിട്ടും ആ സ്ത്രീ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ലൈവിൽ വന്നിട്ട് ഞങ്ങൾ മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയോ. ഞാനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ ഒരുപാട് ചാൻസുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചു. ഞാൻ അഭിനയം നിർത്തിയതാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിയുന്നതിന് മുന്നേ പുള്ളി പറഞ്ഞു അഭിനയം നിർത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ അഭിനയം നിർത്തി, കുട്ടിയും കുടുംബമായിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയോ. ഇയാൾ ഞങ്ങൾ ഇട്ടിട്ട് പോയൊരു സുപ്രഭാതത്തിൽ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, എന്നുവെച്ചാൽ വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടു. എന്നിട്ട് ഈ വാർത്ത ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഞങ്ങൾക്ക് അറിയാത്ത ഒരുപാട് പേര് ഞങ്ങൾക്ക് സഹായിച്ചു. അവിടെ നിന്ന് വേറെ വാടക വീടെടുത്തു, ഞങ്ങൾ അവിടെ താമസമായി. എൻ്റെ വീട്ടിൽ ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ച കാരണം കൊണ്ട് വീട്ടിലെ അനിയന്മാരൊന്നും അത്ര നല്ലതിലല്ല. അമ്മ എന്ന് പറയുന്നത് കഴക്കൂട്ടം ആറ്റിൻകുഴിയിൽ ഒരു ചെറിയൊരു പൂക്കട ജോലി ചെയ്തിട്ടാണ് അമ്മ ജീവിക്കുന്നത്, ഒരു തട്ടുകടയിൽ. അപ്പോൾ അവിടെ നിന്നുള്ള വരുമാനമൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. കാറ് മേടിക്കാൻ പൈസ കൊടുത്തു, എനിക്ക് 5 പവൻ്റെ സ്വർണം തന്നു, അല്ലാതെ തന്നെ ഒരു 5 ലക്ഷം രൂപ അല്ലാതെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവളെയും കൊണ്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഇവൾ അടങ്ങി നിൽക്കണം. പിന്നെ സംശയം, ജീവിതത്തിൻ്റെ പൊന്നെ ഇതുപോലെ സംശയമുള്ളൊരുത്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനിവളെ വിളിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ഇത്ര നേരം ഞാൻ പറഞ്ഞത്. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ഒന്ന് തൂറാൻ പോകാൻ മേല, എനിക്കൊന്ന് കൂട്ടുകൂടാൻ പോകാൻ മേല, എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മേല, ഒരു കടയിൽ പോകാൻ മേല, താഴത്തെ ചേച്ചിമാരോട് മിണ്ടാൻ മേല, അപ്പുറത്ത് മിണ്ടാൻ മേല, എൻ്റെ അമ്മയുടെ മടി തല വെച്ച് എനിക്ക് കിടക്കാൻ മേല, എൻ്റെ പെങ്ങന്മാരോട് എനിക്ക് മിണ്ടാൻ മേല. ഇവക്ക് ഫുള്ള് സംശയമാണ്. സംശയം എന്ന് പറഞ്ഞാൽ ഇതിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാളുടെയെങ്കിലും അവസ്ഥ ഒരാൾക്കെങ്കിലും അറിയാൻ പറ്റും. ഈ സംശയം വന്നു കഴിഞ്ഞാലുള്ള ഒരു ഭർത്താവിൻ്റെ അവസ്ഥ എന്നാണെന്നുള്ളത് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കത് മനസ്സിലാവും. ഇത് നിരന്തരം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമില്ലാത്ത രീതിയിലാണ് ഈ പെണ്ണുമ്പിള്ള എന്നോട് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇവർക്ക് സെക്സ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവരെന്നെ ഉപദ്രവിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. അങ്ങനെ ജീവിതമാണ്, പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്തിട്ട് ആ മകൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച് കാണിക്കുക. അല്ലാതെ ലൈവിൽ വന്നിരുന്നിട്ട് അവരത് പറഞ്ഞ് ഇവരിത് പറഞ്ഞ് അത് പറഞ്ഞ് മറ്റത് പറഞ്ഞ് മറിച്ചത് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കഗുളിക എടുത്ത് കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച് അങ്ങനെയൊന്നും ഇനി കാണിക്കാതിരിക്കുക. കാരണം ഈ പറയുന്നവർക്ക് മുന്നിൽ അന്തസ്സായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ച് കാണിക്കുക മകളുമായിട്ട്. അതാണ് ചെയ്യേണ്ടത്.